ഇന്ത്യൻ സൈന്യത്തിന് മുന്നറിയിപ്പുമായ ബംഗ്ലാദേശ് സൈന്യം കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെ പോക്സ ബസാറിൽ നടന്ന ബംഗ്ലാദേശ് അതിർത്തി രക്ഷാസേന അഥവാ BGBയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ജനറൽ മേജർ മുഷറഫ് ഉസ്മാനാണ് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ അതിർത്തിയിൽ BSFകാർ അടിക്കടി ബംഗ്ലാദേശികളെ കൊല ചെയ്യുന്നു. ഇത് അനുവദിക്കാൻ കഴിയില്ല. ഇനിയൊരു കൊലപാതകമുണ്ടായാൽ ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്നാണ് BGBയുടെ തലവൻ പറയുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ബംഗ്ലാദേശിൻ്റെ അതിർത്തി കടന്ന് എത്തുന്ന ആൾക്കൂട്ടത്തെ ഇല്ലെങ്കിൽ കള്ളക്കടത്ത് സംഘങ്ങളെയൊക്കെ BSF തടയാറുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി 7:30 ഒരു കൂട്ടം ആളുകൾ അതിർത്തിയിലേക്ക് എത്തുകയും അവരോട് മടങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടിട്ട് മടങ്ങിപ്പോകാതെ വീണ്ടും എത്തുകയും ചെയ്തപ്പോഴാണ് BSF വെടിവെച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. റബ്ബർ ബുള്ളറ്റിലാണ് ഉപയോഗിച്ചത്. പക്ഷേ അതിൽ ഒരു ബംഗ്ലാദേശി സ്വദേശി അൽ അമീൻ എന്ന് പറയുന്ന ബംഗ്ലാദേശി സ്വദേശി കൊല്ലപ്പെടുകയുണ്ടായി. ഇയാൾ കള്ളക്കടത്ത് സംഘത്തിൽ പെട്ടതാണെന്നാണ് ഇന്ത്യൻ ഭാഗത്തു നിന്നുള്ളവർ പറയുന്നത്. BSF ഇതിൻ്റെ വിവരങ്ങളെല്ലാം തന്നെ BGBക്ക്, അതായത് ബംഗ്ലാദേശ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് ഇതൊക്കെ കൈമാറിയിരുന്നു. പക്ഷേ ബംഗ്ലാദേശ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് പറയുന്നത് ഇതിനി അനുവദിക്കാൻ കഴിയില്ല. അതിർത്തി കടന്ന് നിയമവിരുദ്ധമായിട്ട് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് നിയമപരമായാണ് കൈകാര്യം ചെയ്യേണ്ടത്, അല്ലാതെ കൊലപാതകം നടത്തിയല്ല എന്നുകൂടി BGB പറയുന്നു. നയതന്ത്ര തലത്തിൽ ചർച്ചകൾ നടക്കേണ്ടതായിട്ടുണ്ട് എന്നുകൂടി പറയുന്നു. ഏതായാലും കഴിഞ്ഞ 15 ദിവസത്തിനുള്ളിൽ 3ഓളം പേരാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത്. ഇന്ത്യൻ അതിർത്തി കടന്ന് എത്തുന്ന കൊള്ളസംഘങ്ങൾ ബംഗ്ലാദേശ്, പശ്ചിമ ബംഗാൾ, ത്രിപുര അതിർത്തിയിലൊക്കെ സാധാരണമായ ഒരു സംഭവങ്ങളായിട്ടായിരുന്നു മുൻകാലങ്ങളുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത് കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി ഇന്ത്യൻ സൈന്യം നിലകൊള്ളുകയാണ്. കാരണം ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രീയ പരിസ്ഥിതി ആകെ മാറി മറിഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഭീകരവാദികൾ ഉൾപ്പെടെ നുഴഞ്ഞു കയറാനുള്ള സാധ്യതകളുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അതിർത്തി രക്ഷാസേന ഇപ്പോൾ കർശന നടപടികളിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഇവരെ ഇപ്പോഴും തുരത്താനായി റബ്ബർ ബുള്ളറ്റിനുകളാണ് ഉപയോഗിക്കുന്നത്. ആ ബുള്ളറ്റിനിൽ നിന്നുള്ള വെടിയേറ്റാണ് ഈ പറയുന്ന അൽ അമീൻ കൊല്ലപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.